1134 ദിവസവും മറ്റും ആയില്ലേ നമ്മുടെ ബെമലുകാർ സമരം തുടങ്ങിയിട്ട്. അതിനിടയിൽ എത്രയെത്ര കല്യാണങ്ങൾക്ക് MP പോയി, എത്രയെത്ര മരണവീടുകൾ സന്ദർശിച്ചു. ഒരു മരണവീട് സന്ദർശിക്കുന്നത് പോലെയെങ്കിലും ആ ബെമലിന്റെ സമരപന്തലിലൊന്ന് കയറിക്കൂടായിരുന്നു. സ്വന്തം മണ്ഡലത്തിലെ തൊഴിലാളികളിലെ സമരം ചെയ്യുന്നത്, സ്വന്തം മണ്ഡലത്തിലെ ഒരു രാജ്യരക്ഷാ സ്ഥാപനം സംരക്ഷിക്കണമെന്നല്ലേ ആവശ്യം. അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും ഇല്ലല്ലോ. 56,500 കോടിയുടെ സ്വത്ത് 2000 കോടിക്ക് ഒരു മുതലാളിക്ക് കൊടുക്കരുതെന്ന് അല്ലേ പറയുന്നത്. ആ സമരപ്പന്തലിലൊന്ന് കയറണ്ടേ? ശരി, പാർലമെന്റിൽ മിണ്ടില്ല, പോട്ടെ, ഇവിടെ വന്നിട്ടെങ്കിലും ഒന്ന് മിണ്ടാലോ. ചെയ്തോ? ഇൻസ്ട്രുമെന്റേഷന്റെ കാര്യത്തിൽ ഇടപെട്ടോ? ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിൽ ശമ്പളം മുടങ്ങിയ തൊഴിലാളിക്ക് വേണ്ടി നിന്നോ? സംസാരിച്ചോ? ആ ചോദ്യങ്ങളാണ് ഈ തെരുവിലെ പാർലമെന്റിൽ നിന്നുയരുന്നത്. പാർലമെന്റിലേക്ക് തങ്ങൾ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധി തങ്ങളെ വഞ്ചിക്കുകയും തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്യുകയാണ് തെരുവിലെ പാർലമെന്റിൽ തൊഴിലാളികൾ. ആ ജനപ്രതിനിധിയെ വിചാരണ ചെയ്യുന്ന വേദിയായിട്ട് പാർലമെന്റ് മാറുകയാണ്. ഒപ്പം ഈ നാടിന്റെ അഭിമാനമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റു തുലച്ചുകൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹികളായ ഒരു സർക്കാരിനെ വിചാരണ ചെയ്യുന്ന പാർലമെന്റായിട്ട് തെരുവ് പാർലമെന്റ് മാറുകയാണ്. ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ് തൊഴിലാളിയുടെ കൂടെ നിൽക്കുന്നത് എന്നതാണ്. ഇടതുപക്ഷത്തിന് മാത്രമാണ് തൊഴിലാളികൾക്ക് ആശ്രയിക്കാവുന്നത്, വിശ്വസിക്കാവുന്നത് എന്നതാണ് ഈ അനുഭവങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇടതുപക്ഷത്തിന് മാത്രമാണ് ഇലക്ടറൽ ബോണ്ടുകളിലൂടെ കോടികൾ കൊടുത്ത് വൻകിട മുതലാളിമാർക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്തത് എന്നാണിത് കാണിക്കുന്നത്. വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്തൊരു രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിട്ടാണ് സഖാവ് A. വിജയരാഘവൻ പാർലമെന്റിലേക്ക് ഈ പാലക്കാട്ട് നിന്ന് മത്സരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ പാർലമെന്റിലെ നിശബ്ദതയുടെ 5 വർഷക്കാലത്തിന് അവസാനമുണ്ടാവാൻ മാർക്കസിന്റെ പഴയ പുസ്തകത്തിന്റെ പേര് പോലെയാണ്, ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറഞ്ഞതുപോലെ നിശബ്ദതയുടെ 5 വർഷങ്ങളാണ് കടന്നുപോയത്. പാലക്കാടിനെ സംബന്ധിച്ച് പാർലമെന്റിൽ നിശബ്ദതയുടെ 5 വർഷങ്ങളായിരുന്നു. അതിനവസാനമുണ്ടാകാൻ തൊഴിലാളിക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, പാലക്കാട്ടുകാർക്ക് വേണ്ടിയും ഇന്ത്യയിലാകെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയും പാർലമെന്റിൽ സംസാരിക്കാൻ, ശബ്ദമുയർത്താൻ കെൽപ്പും ശേഷിയുമുള്ള ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ മുഖമായ കരുത്തുറ്റ സ്വരമായ സഖാവ് വിജയരാഘവൻ മത്സരിക്കുകയാണ്. അദ്ദേഹം ലോക്സഭയിൽ ഒരു ടൈം MP ആയി പ്രവർത്തിച്ചിട്ടുണ്ട്, 2 ടൈം രാജ്യസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു MP പ്രവർത്തിക്കേണ്ടത് എന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ്. കഴിവുറ്റ പാർലമെന്റേറിയൻ എന്ന് പേരെടുത്തിട്ടുള്ള ആളാണ്. 5 വർഷത്തെ നഷ്ടം നമുക്ക് നികത്താൻ സഖാവ് വിജയരാഘവനെ തെരഞ്ഞെടുത്തയക്കണമെന്നുകൂടിയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ വന്നാൽ കല്യാണ വീട്ടിൽ പോകുന്നത് പോലെയല്ല, സമരപ്പന്തലിലായിരിക്കും സഖാവ് വിജയരാഘവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവുക. സഖാവ് വിജയരാഘവൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾ ഇവിടെ സമരപ്പന്തലിൽ ഉയർത്തുന്ന മുദ്രാവാക്യം അവിടെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിധ്വനിപ്പിക്കാൻ ഒരാളുണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ഒരാളുണ്ടാവും. നിങ്ങൾക്കൊപ്പം തെരുവിൽ നിൽക്കാൻ ഒരു ജനപ്രതിനിധി ഉണ്ടാവും. അതുകൊണ്ട് സഖാവ് വിജയരാഘവനെ ചുറ്റികരിവാൾ നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ